കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ എലിഫന്റ് എസ്റ്റിമേഷന് തുടക്കമായി. ആനകളുടെ ഏകദേശം കണക്കെടുപ്പാണ് എസ്റ്റിമേഷൻ നടപടികളിലൂടെ വനം വകുപ്പ് നടത്തുന്നത്. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലും ആനകളുടെ കണക്കെടുപ്പ് നടത്തുന്നുണ്ട്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് DCA ഡിപ്ലോമ ഇൻ ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്, CTTC, വേർഡ് പ്രോസസിംഗ്, ഡേറ്റ എൻട്രി തുടങ്ങിയ കമ്പ്യൂട്ടർ കോഴ്സുകളും നാഷണൽ ഓപ്പൺ സ്കൂളിന്റെ 1 വർഷ 6 മാസ +2 കോഴ്സുകൾ. എല്ലാ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സവിശേഷതകൾ: SC/ST വിദ്യാർത്ഥികൾക്ക് കേരള സർക്കാരിന്റെ PSC അംഗീകാരമുള്ള കമ്പ്യൂട്ടർ കോഴ്സുകൾ സൗജന്യമായി. തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് T-ബോർഡിൽ നിന്നുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ. ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്. പഠനം പൂർത്തിയാക്കുന്ന എല്ലാവർക്കും 100% ജോലി ഉറപ്പു നൽകുന്നു. അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. വനമേഖലകളെ വിവിധ ബ്ലോക്കുകളായി തിരിച്ചാണ് കണക്കെടുപ്പ് നടത്തുന്നത്. കേരളത്തിലാകെ 610 ബ്ലോക്കുകളാണുള്ളത്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള പെരിയാർ ലാൻഡ്സ്കേപ്പിൽ 280 ബ്ലോക്കുകളുണ്ട്. പ്രത്യേക പരിശീലനം നേടിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് കാട്ടിനുള്ളിൽ പരിശോധന നടത്തുന്നത്. ആദ്യ ദിവസം വനത്തിനുള്ളിൽ സഞ്ചരിച്ച് നേരിട്ട് കാണുന്ന ആനകളുടെ എണ്ണം രേഖപ്പെടുത്തും. അടുത്ത ദിവസം 1.5 കിലോമീറ്ററിൽ സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റുകൾ വഴിയുമാണ് കണക്കെടുപ്പ് നടത്തുന്നത്. അവസാന ദിവസം ജലസ്രോതസ്സുകൾ കേന്ദ്രീകരിച്ചും കണക്കെടുപ്പ് നടത്തും. ആദ്യത്തെ ദിവസം നമ്മൾ ഈ ബ്ലോക്കുകളിൽ നടന്ന് നേരിട്ട് കാണുന്ന ആനകളുടെ എണ്ണം എടുക്കുന്നു. അതിൽ ആന എത്രയാണ്, പെണ്ണ് എത്രയാണ്, കുട്ടികൾ എത്രയാണ്, അങ്ങനെയുള്ള കണക്കാണ് ആദ്യം എടുക്കുന്നത്. സെക്കൻഡ് ഡേയിൽ നമ്മൾ ട്രാൻസിറ്റ് വാക്ക് നടത്തുന്നു. 1.5 കിലോമീറ്ററിൽ ട്രാൻസിറ്റ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിൽ കാണപ്പെടുന്ന എലഫൻറ്റ് ഡങ്ക് അത് എത്ര എണ്ണമുണ്ട്, അതിൻ്റെ പഴക്കം എത്രയുണ്ട്, ഈ ട്രാൻസിറ്റിൽ നിന്ന് എത്ര ദൂരത്തിലാണ് കാണുന്നത്, അതിൻ്റെ ആംഗിൾസ് എത്ര ആംഗിൾ മാറിയിട്ടാണ് കിടക്കുന്നത്, അങ്ങനെയുള്ള ഡാറ്റാസ് നമ്മൾ എടുക്കും. മൂന്നാമത്തെ ദിവസം നമ്മൾ വാട്ടർഫോൾ ബേസ് ചെയ്തിട്ടുള്ള കണക്കെടുപ്പാണ് നടത്തുന്നത്. വാട്ടർഫോളിൽ വരുന്ന ആനകളുടെ എണ്ണമാണ് എടുക്കുന്നത്. അങ്ങനെ 3 ദിവസം കൊണ്ട് ഈ കണക്കെടുപ്പ് പൂർത്തിയാക്കി അതിൻ്റെ ഡാറ്റാസ് നമ്മൾ അനലൈസ് ചെയ്ത് ഒരു ജൂലൈ അവസാനത്തോടുകൂടി അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യപ്പെടുമെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മുൻവർഷങ്ങളിലും കേരളത്തിൽ ആനകളുടെ കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് വിവിധ സംസ്ഥാനങ്ങൾ ഒന്നിച്ച് എസ്റ്റിമേഷൻ പരിപാടി നടത്തുന്നത്. ജൂലൈ മാസം അവസാനം കണക്കെടുപ്പിന്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യണം. ന്യൂസ് ബ്യൂറോ, കുമളി.